അലർജി ബുദ്ധിവികാസത്തെ ബാധിക്കുമോ? അലർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻസ് വരുമ്പോൾ നമ്മുടെ ശരീരം ഓവറായിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന അലർജി കാലക്രമേണ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. ഇത് കുട്ടികളിലും വലിയവരിലും ഒരുപോലെ കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗാവസ്ഥയൊന്നുമല്ല, പക്ഷേ മാനസികവും ശാരീരികമായി കാര്യങ്ങളെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ADHD ഉണ്ടാവുന്ന ആളുകളിൽ ശ്രദ്ധക്കുറവ് വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓഫീസിൽ വലിയ മുതിർന്നവരാണെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതാവുക, പല കാര്യങ്ങളും മറന്നു പോവുക, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി പുറപ്പെടുക, എല്ലാത്തിനും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന സ്വഭാവവും ഇവരിൽ ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഇവർ അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതമായിരിക്കും. ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ചാടി നടന്ന് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇതൊക്കെയാണ് ADHD ഉണ്ടാവുന്നത്. അലർജിയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്മലും മൂക്കൊലിപ്പും അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ കാരണം രാത്രി ഉറങ്ങാൻ പറ്റാതാവുന്നുണ്ട്. ഇങ്ങനെ ഉറക്കം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺസെൻട്രേഷൻ കുറയുന്നു. അതുപോലെ തന്നെ കുട്ടികളാകുമ്പോൾ പഠനത്തിലൊക്കെ പിറകോട്ടാവുന്നു. അതിന് പ്രധാനമായിട്ട് അവർക്ക് ശ്രദ്ധ, അതായത് ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാതാവുകയും ഈ ഹൈപ്പർ ആക്ടിവിറ്റിക്കൊക്കെ ഒരു കാരണമായിട്ട് അലർജി മാറുന്നുണ്ട്. ADHD ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് അലർജിയുടെ സാധ്യതകളും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ അഡിനോയിഡ്സ് കൂടുതലായിട്ട്, നേസൽ പോളിപ്സ് അഥവാ ദശ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ADHD ഉള്ള ആളുകളും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ജനിതകപരമായിട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ADHD ഉള്ള ആളുകളാണെങ്കിലോ എന്തായാലും ഭാവിയിൽ കുട്ടികൾക്ക് അത് രണ്ടും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലർജി ഉള്ള ആളുകളിൽ ADHD ഉണ്ടാവാനും ADHD ഉള്ള ആളുകൾക്ക് അലർജി ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പം പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ, അതായത് നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഇത് നിങ്ങളെ കുട്ടികൾക്ക് ഇപ്പം ADHD ചെറുപ്പത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് അലർജിയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ADHDയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പം ഇത് രണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാഞ്ഞാൽ അത് ഭാവിയിൽ അവരെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് സമയത്ത് അതിനായി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്.